വിഷു പ്രമാണിച്ച് 50% വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. MRP പൈസ വാങ്ങിക്കുന്നുണ്ട്. MRP എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രൈസ് ആണ്. ആ പ്രൈസ് തന്നെ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ എന്നോട് തന്നെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആ നിലവാരത്തിൽ നിന്ന് കുറച്ചുകൂടെ ഒരു വില കുറച്ച് കൊടുക്കാൻ ഏതൊരു കടക്കാർക്കും പറ്റുന്നതാണ്. പക്ഷെ അത് നമുക്കറിയാം, ഒരുമാതിരിപ്പെട്ട ഇടത്തെല്ലാം നമുക്ക് MRP നമ്മളോട് വാങ്ങിക്കാറുണ്ട്. നമ്മൾ കാണുന്ന ഒരുപാട് നമ്മുടെ ഈ ലൊക്കാലിറ്റികളെല്ലാം MRP ബേസിലാണ് സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നത്. അതെ, അതിന് ചിലർ മാത്രം ചിലപ്പോൾ വിശാലം കുറച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷേ നമ്മൾ അതിൽ വിപരീതമായിട്ട് MRPയുടെ പകുതിക്ക് വരെ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മളോട് നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഇപ്പൊ അലൂമിനിയം ആണ് ഈ കുക്കർ. ഇത് സ്റ്റീലിന്റെ കോട്ടിംഗ് ആണോ? സ്റ്റീൽ കോട്ടിംഗ്. ഇത് പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയാണ്. അപ്പൊ പെട്ടെന്ന് കുറച്ചുകൂടി ചൂടാവും. ഇത് തന്നെ പിടിച്ചോളും. പഴയതുണ്ടെങ്കിൽ അതും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കോപ്പറിന്റെ വിളക്കുകൾ, അങ്ങനെ എന്തുണ്ടല്ലോ പഴയതൊന്നും നമ്മൾ എടുത്തിട്ട് നമുക്ക് പുതിയ വേണം. എല്ലാവർക്കും ആവണിക്കാശിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കോടാലിമുക്കിൽ സ്ഥിതി ചെയ്യുന്ന ചിലങ്ക ഗാർമെൻറ്റ്സിൽ വിഷു പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറുകളുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. മെഗാ സ്പെഷ്യൽ ഓഫറാണ്. 50% വരെ ഡിസ്കൗണ്ടാണ് സാധനങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. JP അണ്ണാ, നമുക്ക് വിഷു പ്രമാണിച്ച് 50% വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, നമ്മളെ ഈ വിഷു പ്രമാണിച്ച് നമ്മളിപ്പോൾ ഒരു 50% വരെ നമ്മൾ ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലായിട്ടും അല്ല, 50% വരെയാണ് പല പല സാധനങ്ങൾക്ക്. 50% വരെ നമ്മളെ എല്ലാ ഐറ്റവും അല്ല, ഒരു മാക്സിമം ആയിട്ട് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് 2 ലിറ്റർ കുക്കറാണ്. ഇത് നമ്മൾ 50% ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ 400 രൂപയൊക്കെ വരത്തുള്ളൂ ഇത് വില. അതുപോലെ ഇത് 3 ലിറ്റർ, അതിനും 50% നമ്മൾ കൊടുക്കുന്നുണ്ട്. 5 ലിറ്റർ, അതുപോലെ തന്നെ 5 ലിറ്ററിന്റെ കട്ടിക്കുള്ളത്. ഇതിപ്പോ 2800 രൂപ MRP ഉള്ളതൊക്കെ നമ്മൾ 1200 രൂപ. ഇത് 1100 രൂപ. 900 രൂപ. ഇത് 400 രൂപ. ഇത് പിന്നെ 15 ലിറ്ററിന്റെ വലിയ കുക്കർ. ഇതിപ്പോ ഒരു 4 കിലോ 4.5 കിലോ 5 കിലോ വെയിറ്റ് പറ്റില്ല. അലൂമിനിയം മെറ്റീരിയലാണ്. അപ്പൊ ഇത് നമ്മളിപ്പോ കൊടുക്കുന്നത് 6200 MRP ഉള്ളത് നമ്മൾ കൊടുക്കുന്നത് 150. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗ വന്നിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് സ്റ്റോക്ക് വേറെ ഇരിപ്പുണ്ട്. നമുക്ക് സാമ്പിൾ ഇത്ര വെച്ചിരിക്കുന്നുള്ളൂ. ഈ ഗ്യാസ് സ്റ്റൗവിനും ഈ 50% വരെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടോ? 30%, 20%, 30% വരുന്നുണ്ട് അല്ലേ? നമുക്ക് ചെറിയൊരു മാർജിൻ അതുള്ളൂ. എന്നാലും ഒരു 2800 രൂപ നമ്മൾ കൊടുക്കുന്നത് 2100 രൂപ. 2000 ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതുണ്ട്, ചെറിയ ഗ്യാസ് സ്റ്റൗ അല്ലേ? ഒറ്റ ബർണറുണ്ട്. ഇപ്പൊ ഈ ചൂട് സ്റ്റീലാണ്. അതെ, ക്വാളിറ്റി ഉള്ളതാണ്. ചൂട് സമയമാണ്. ചൂട് സമയത്ത് ഫാന്, ടേബിൾ ഫാൻ വന്നിട്ടുണ്ട്. അതുപോലെ സീലിംഗ് ഫാനും ഉണ്ട് അല്ലേ? അതുപോലെ അലൂമിനിയത്തിന്റെ നല്ല ബിരിയാണി വെക്കാനൊക്കെ ഉള്ള വലിയ ചെമ്പൊക്കെ വന്നിട്ടുണ്ട്. വേറെ ഇരിപ്പുണ്ട്, നമുക്ക് വലുതും ഇരിപ്പുണ്ട്. പിന്നെ അങ്ങനെയുള്ള ബാക്കിയുള്ള അലൂമിനിയം പാത്രമുണ്ട്, സ്റ്റീൽ പാത്രമുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റം മാക്സ് നമ്മൾ വെച്ച് കുറച്ച് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ആൾക്കാരെന്ന് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ടൗണിൽ നിന്ന് ഇച്ചിരി മാറിക്കൊണ്ട് നമുക്ക് ആൾക്കാർ അറിഞ്ഞ് കേട്ട് വരുന്നത്. നമ്മള് ചിറ്റാർ ടൗണിൽ നിന്ന് കോടാലിമുക്കിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് നമ്മൾ കോടാലിമുക്ക് ആയിപ്പോണ്ട് ഇച്ചിരി ടൗണിൽ നിന്ന് ഒരുമാതിരിപ്പെട്ടവരെല്ലാം ടൗണിൽ നിന്ന് സാധനം വാങ്ങിച്ച് അങ്ങനെ പോവുക. അതുകൊണ്ട് ഇത്രയും ഗ്യാപ്പുള്ളതുകൊണ്ട് ആരെയും അറിയാത്ത. എന്നാലും നമ്മുടെ പരസ്യം കൊണ്ട് ഇപ്പം നല്ലപോലെ ആള് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ നമ്മുടെ കട മൊത്തം നമ്മൾ തുണിയല്ലേ, മൊത്തം നമുക്ക് ഒരു മാസത്തെ നമ്മൾ സമയത്ത് നമ്മളെന്നാ വീഡിയോ ഇട്ട്. പക്ഷെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം തീർന്നു. അതുപോലെ നമ്മൾ പിന്നെ വില കുറച്ചിട്ട് കൊടുത്തുണ്ട്. അത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ ഈ സാധനം എല്ലാം ഇതുപോലെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയത് പിന്നെയും വില കുറച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് വിറ്റ് മാറിയെങ്കിലും അടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പരസ്യം വെളിയിലോട്ട് പോയിട്ട് ആൾക്കാർ അറിഞ്ഞു കേട്ട് വരണം. അപ്പൊ ഇത്രയും നമുക്കറിയാം, ഒരുമാതിരിപ്പെട്ട ഇടത്തെല്ലാം നമുക്ക് MRP നമ്മളോട് വാങ്ങിക്കാറുണ്ട്. നമ്മൾ കാണുന്ന ഒരുപാട് നമ്മുടെ ഈ ലൊക്കാലിറ്റികളെല്ലാം MRP ബേസിലാണ് സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നത്. അതെ, അതിന് ചിലർ മാത്രം ചിലപ്പോൾ വിശാലം കുറച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷേ നമ്മൾ അതിൽ വിപരീതമായിട്ട് MRPയുടെ പകുതിക്ക് വരെ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മളോട് നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഉണ്ട്. പക്ഷെ അത് അറിഞ്ഞു കേട്ട് വരുന്നില്ലെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നമ്മളത് ചെയ്യാൻ തയ്യാറാണ്.
പക്ഷെ എന്നാൽ നമുക്ക് സിയത്തോട് ആങ്ങമൂഴി ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ നമ്മുടെ ഈ വീഡിയോ പോയി ആൾക്കാർ വന്ന് സാധനങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അവർക്കെല്ലാം നല്ല അഭിപ്രായമുണ്ട്, അവർക്ക് നല്ല സപ്പോർട്ടുണ്ട്. അവര് തുടർന്നും വരുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അത്ര വില കുറച്ച് നമ്മൾ കൊടുക്കുന്നു. പക്ഷെ നമുക്ക് സിയത്തോട് ആങ്ങമൂഴി, തണ്ണിത്തോട്, വയ്യാറ്റിവിട ഈ മേഖലയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പരസ്യത്തിൽ കൂടെ നമുക്ക് ആൾ വന്നതും അവർ വാങ്ങിച്ചതും അവർക്ക് വളരെ താല്പര്യത്തിലാണ് പോയത്. അതുപോലെ തന്നെ കാസ്ട്രോളായാലും എല്ലാം നമ്മൾ കാസ്ട്രോൾ നമ്മൾ 50% ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കമ്പനിയിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നുകൊണ്ട് നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റുമല്ല, കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുമൊന്നുമല്ല. എനിക്ക് ലാഭമുണ്ട്, ആ ലാഭത്തിന്റെ അമിത ലാഭം നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ 50% ഇട്ട് കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ല, ഇപ്പൊ അലൂമിനിയം ആണ് ഈ കുക്കർ. ഇതിപ്പോ സ്റ്റീലിന്റെ കോട്ടിംഗ് ആണോ? സ്റ്റീൽ കോട്ടിംഗ്. ഇത് പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയാണ്. അപ്പൊ പെട്ടെന്ന് കുറച്ചുകൂടി ചൂടാവും. ഇത് തന്നെ പിടിച്ചു നോക്കേ. ഇപ്പോഴത്തെ അലൂമിനിയത്തിന്റെ വില ഇത് 2 കിലോ 2.5 കിലോ ഉണ്ട് വെയിറ്റ് ചെയ്ത്. ഈ സാധനം ഇപ്പോഴത്തെ അലൂമിനിയം, പഴയ അലൂമിനിയം ഞാൻ എടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന 190 രൂപയ്ക്ക് നമ്മൾ പഴയ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ കുക്കർ ഇരിക്കുന്ന ചില വീട്ടുകളിൽ പഴയ കുക്കറുകൾ കാണും, ഉപയോഗിക്കാൻ പറ്റാത്തതോ കേടായതോ അങ്ങനെയുള്ള കുക്കറുകൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തിരിച്ചെടുക്കും, പുതിയത് കൊടുക്കും. അപ്പൊ ഇതിന്റെ നമുക്കിപ്പം പറഞ്ഞില്ല, ഇപ്പൊ എന്നും പറഞ്ഞ അവർ പഴയത് കൊണ്ടുതരുന്ന പറഞ്ഞ ഈ ഓഫർ ഞാൻ കുറയ്ക്കത്തില്ല. അവർക്ക് ആ ഓഫർ തന്നെ ഇട്ട് കൊടുക്കുക. ഓഫർ തന്നെ ഞാനിപ്പോ കൊടുക്കുന്ന അവർ പഴയ കൊണ്ടുവന്ന് പറഞ്ഞ പഴയതിന്റെ വിലക്ക് ഇത് കൂട്ടി കൊടുക്കുന്നത് അതൊന്നുമില്ല. അപ്പൊ നമുക്കിപ്പോ ഇത് വില ഞാൻ കൊടുക്കുന്ന വില എന്തോ ആ വിലക്ക് തന്നെ ഞാൻ കൊടുക്കാം. പക്ഷെ 190 രൂപയ്ക്ക് ഞാൻ അവരുടെ സാധനം പഴയത് കിഴിഞ്ഞതായാലും എന്തായാലും ഞാൻ എടുക്കും. അപ്പൊ ഇപ്പൊ കുറച്ച് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലാണ് ഒരുമാതിരിപ്പെട്ടവരൊന്നും എടുക്കത്തില്ല. പഴയത് ഞാൻ സ്റ്റീലും എടുക്കുന്നുണ്ട്. സ്റ്റീലിന്റെ പാത്രം. കാരണം അലൂമിനിയം പാത്രം, അതുപോലെ കോപ്പർ, ഇങ്ങനെയുള്ള സാധനമൊക്കെ ഓരോരുത്തർ എടുക്കാറുണ്ട്. അപ്പം ഞാൻ അതിൽ വിപരീതമായിട്ട് സ്റ്റീലിന്റെ പാത്രങ്ങൾ പഴയതുണ്ടെങ്കിൽ അതും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കോപ്പറിന്റെ വിളക്കുകൾ, അങ്ങനെ എന്തുണ്ടല്ലോ പഴയതൊന്നും നമ്മൾ എടുക്കാം. എടുത്തിട്ട് നമുക്ക് പുതിയ വേണം പുതിയ കൊടുക്കും, ക്യാഷ് വേണം ക്യാഷ് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ മാച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചാൽ മാത്രം മതി. നമുക്ക് നല്ലൊരു സംരംഭമാക്കി മാറ്റാം. നമ്മുടെ നാട്ടിൽ നല്ല രീതി വില കുറച്ച് കൊടുക്കാനുള്ളൊരു ഇല്ല. അതിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൂടെ അതാണ് നമുക്ക് വേണ്ടിയത്. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വില കുറച്ച് കൊടുക്കുന്ന ഈ കേൾക്കുന്നവർക്കും അറിയാമല്ലോ. ഒരുമാതിരിപ്പെട്ടടുത്തല്ല MRP പൈസ വാങ്ങിക്കുന്നുണ്ട്. MRP എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രൈസ് ആണ്. ആ പ്രൈസ് തന്നെ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ എന്നോട് തന്നെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആ നിലവാരത്തിൽ നിന്ന് കുറച്ചുകൂടെ ഒരു വില കുറച്ച് കൊടുക്കാൻ ഏതൊരു കടക്കാർക്കും പറ്റുന്നതാണ്. പക്ഷെ അത് ആൾക്കാർ അറിയണം. നമ്മൾ നേരെ 50% വരെ MRPയിൽ നിന്നും നമ്മൾ 50% വരെ എല്ലാ മൊത്തം ഐറ്റം ഒന്നും അല്ല. നമ്മുടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഐറ്റം കുക്കറായാലും അങ്ങനെയുള്ള പിന്നെ നമ്മുടെ കാസ്ട്രോൾ ആയാലും അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമ്മൾ മാച്ച് നമ്മളെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ള എല്ലാം വില പിന്നെ ഒരു അതേപോലെ തന്നെ വില കുറച്ചുകൂടെ കൊടുക്കുന്നു. അപ്പം അങ്ങനെ എല്ലാം മാച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ബാക്കിയുള്ളവരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് നല്ല സംരംഭമാക്കിക്കൊണ്ട് മാച്ച് നമുക്ക് കമ്പനികൾ കിട്ടുന്ന നേരിട്ട് നമുക്ക് കൊടുക്കാനുള്ള സാധിക്കും. പക്ഷേ ഇതൊന്നും അറിഞ്ഞു കണ്ട് എല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ.